ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഗുണം എന്ത്? ഗുണമെന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് പണി. പിന്നെ ഇത് കുറച്ച് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടിക്കണ്ട അവിടെ. നമുക്കറിയാം പെൻസിലിൻ്റെ മാർക്ക് പോകും അങ്ങോട്ട്. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മൾ അങ്ങനെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ പണിയിലും വൃത്തി, എല്ലാത്തിനും വൃത്തി. മൂലയൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ പിടിക്കാത്ത നമ്മൾ അലയണ്ട, കറക്റ്റ് പിടിച്ചു വരാം. ഇപ്പം ഇതിൻ്റെ പുറത്തിന് നമ്മൾ പേപ്പർ ഇട്ട് പിടിക്കണ്ട? വേണ്ട, പേപ്പറൊന്നും പിടിക്കണ്ട. അല്ല നമ്മൾ എത്ര 220 പിടിക്കുന്നത്. ഇതിൻ്റെ മടക്കി മറ്റേ നമ്മൾ 150 വാങ്ങിച്ചിരിക്കുന്നത്. അത് പേപ്പർ. അത് നമ്മൾ ഇതിൻ്റെ പുറത്ത് പിടിക്കുന്നുണ്ടോ? അത് മൂല മാത്രമേ ഉള്ളല്ലേ? ഈ സെൻ്ററൊന്നും അല്ല നമ്മൾ ഓടിക്കണ്ട. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഫുൾ പുട്ടി വർക്കിന് വേണ്ടിയാണ് നമ്മളിവിടെ സൈറ്റിൽ വന്നിരിക്കുന്നത്. പക്ഷേ നമ്മളിന്ന് പുട്ടി വർക്കല്ല ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്, ഒരു വെറൈറ്റി പേപ്പർ കൊടുത്തതാണ്. അപ്പം ഞാൻ ഇന്ന് വരെ ഇങ്ങനത്തെ ഒരു പേപ്പർ കൊടുത്ത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഒത്തിരി അടുത്ത് പുട്ടി വർക്ക് ചെയ്തിട്ടുണ്ട്, നമ്മൾ പലരുടെ പണിക്ക് പോയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനത്തെ പേപ്പർ കൊടുത്ത് ഞാനിത് ആദ്യമായിട്ട് കാണുക. അപ്പം ഞാനിത് കണ്ടപ്പം നിങ്ങളെ കൂടെ ഒന്ന് പരിചയപ്പെടുത്താനുള്ള ആഗ്രഹം ഉണ്ടായതിൻ്റെ പേരിലാണ് നമ്മളിന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഹാളിനകത്ത് താഴോട്ട് ഇറങ്ങാൻ വേണ്ടി പ്രത്യേക പടിയൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരുന്നത്, ആ സ്റ്റെപ്പ് ഇറങ്ങി വരുന്നത് നേരെ വരുന്ന അടുക്കളയുടെ സൈഡിലൊരു ചെറിയൊരു ഹാൾ കൊടുത്തിട്ടുണ്ട്. ചെറിയ ഹാളല്ല, നല്ലൊരു ഹാൾ തന്നെയാണ്, ഏകദേശം നല്ലൊരു ഹാൾ തന്നെയാണ്. അപ്പോൾ ഈ ഹാളിനോട് ചേർന്നാണ് 2 ബെഡ്റൂമും അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ സംഭവമുള്ളത്. അപ്പോൾ നമ്മൾ ഈ 2 ബെഡ്റൂമും അതിൻ്റെ ബാത്റൂമും എല്ലാം കൂടെ ഫുൾ 2 കൊണ്ട് പുട്ടിയിട്ടതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹാളിനകത്ത് പകുതി പുട്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവരോട് വിളിച്ച് പറഞ്ഞായിരുന്നു, നമ്മളെ പണിക്ക് വിളിച്ച പുള്ളിയോട് പറഞ്ഞായിരുന്നു പേപ്പർ പിടിക്കാൻ ആളെ നിർത്തിക്കൊള്ളാൻ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ പിറ്റേ ദിവസം വരാനെ കൊണ്ട് സ്വല്പം താമസിച്ചു. അപ്പം ഞാൻ വന്നപ്പം കണ്ട കാഴ്ച, അപ്പം വീട്ടുകാരൻ എന്നെ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ പുട്ടി ഇട്ടെടുത്ത് അവർ പെൻസിൽ കൊണ്ട് കരകുര വരച്ച് വെക്കുന്നുണ്ട്, എന്തുവാന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അവരെന്തോ ചെയ്യുന്നത് നോക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഈ കാഴ്ച നമ്മൾ കാണുന്നത്. അപ്പോൾ അവർ പെൻസിൽ എടുത്തിട്ട് 2 പേരും തോപ്പോ മാറ്റവും നമ്മൾ പുട്ടി ഫുൾ അടിപൊളിയായിട്ട് പുട്ടിയിട്ട് വെച്ച് ഭിത്തിക്കകത്ത് ഞങ്ങൾ തോപ്പോ മാറ്റവും പെൻസിൽ വെച്ച് വരച്ച് പോകും. അപ്പം സത്യത്തിൽ ആദ്യം എനിക്കൊരു വിഷമം തോന്നി, ഇതെന്തോടെ ഇവർ കാണിക്കുന്നത് പറഞ്ഞു. കാരണം നമ്മൾ അടിപൊളിയായിട്ട് ചെയ്തതിനകത്ത് ഇങ്ങനെ കാണിക്കുന്ന നമുക്കൊരു വിഷമം തോന്നില്ല. പക്ഷേ പിന്നെ ഞാൻ അവർക്ക് ചോദിച്ചപ്പോഴാണ് അവരതിൻ്റെ കൃത്യമായ കാര്യം പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി, സംഭവം കൊള്ളാമെന്ന് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ഇടുന്നത്. കാരണം നിങ്ങൾ ആരിലൊക്കെ ഇതുപോലെ പുട്ടി വർക്കിന് പോയിട്ട് പേപ്പർ പിടിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ മെത്തേഡ് ഒന്ന് പരീക്ഷിക്കുന്നത് നല്ലതാണ്. കാരണം നമുക്ക് ഉപകാരപ്പെടും. നമ്മൾ മറ്റേത് 2-3 മണിക്കൂർ കൊണ്ട് ചെയ്യേണ്ട വർക്കൊക്കെ നമുക്ക് വെറും അരമണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് നിമിഷം നേരം കൊണ്ട് നമുക്ക് അടിച്ച് തീർക്കാനേ ഉള്ളൂ. നിങ്ങൾക്ക് തന്നെ സാധാരണഗതി നിങ്ങൾക്കൊക്കെ നമുക്ക് തന്നെ അറിയാൻ പറ്റും നമ്മൾ സാധാരണ പുട്ടി പേപ്പർ പിടിക്കുന്നത് എങ്ങനെ. ഞാനപ്പോൾ അത് അവരോട് പറഞ്ഞു, ഞങ്ങളൊക്കെ ഇവിടെ സാധാരണ പേപ്പർ പിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പുട്ടിയിട്ട് കഴിഞ്ഞിട്ട് അതിനകത്ത് വരയും കുരയൊന്നുമില്ല, നമ്മളല്ലാതെ മെഷീൻ എടുത്ത് അടിച്ചിട്ട് നമ്മളിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ തപ്പി നോക്കും എവിടെയെങ്കിലും പിടിക്കാനുണ്ടോ ഇല്ലെന്ന്. അപ്പം പിടിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പരവരാന്ന് കിടക്കും. അപ്പോൾ നമ്മൾ അവിടെ ഒന്നുകൂടെ പിടിക്കും. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്യാറ്. അപ്പം ഞാൻ അവരോട് ഇത് ചോദിച്ചു, സാധാരണ ഞങ്ങളിങ്ങനെയാണ് ചെയ്യുന്നത്, പിന്നെ നിങ്ങളിതെന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, നമ്മൾ സാധാരണ ചെയ്യുന്നതിനേക്കാളും നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഒരു പുട്ടി വർക്കിൻ്റെ ഈ ഒരു പേപ്പർ കൊടുത്തതിൻ്റെ പ്രത്യേകത. കാരണം നമ്മളിത് മൊത്തത്തിൽ വരച്ചിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ മെഷീൻ അടിച്ച് കഴിയുമ്പം ഈ മെഷീൻ അടിക്കുന്ന സമയത്ത് നമ്മൾ ഈ പെൻസിലിൻ്റെ പാട് മൊത്തം അങ്ങ് കട്ടായി പോകും. അപ്പോൾ പിന്നെ അവിടെ പെൻസിൽ പാട് കാണത്തില്ല. നമ്മൾ എവിടെയെങ്കിലും മെഷീൻ ചെല്ലാനുണ്ടെങ്കിൽ അവിടെ മാത്രമേ ഈ വര കാണത്തുള്ളൂ. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അടുപ്പിച്ചടുപ്പിച്ച് വരയ്ക്കണം, എങ്കിലേ നമുക്കിത് മനസ്സിലാകത്തുള്ളൂ. കാരണം ഒരു മെഷീൻ്റെ അളവിനനുസരിച്ചുള്ള വര വരയ്ക്കണം. അപ്പോൾ നമുക്കറിയാൻ പറ്റും ആ പെൻസിലിൻ്റെ പാട് അവിടെ ഉണ്ടായിട്ട് ഇന്ന സ്ഥലത്ത് നമ്മൾ അടിച്ചില്ലെന്ന് നമുക്കവിടെ മനസ്സിലാവും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ആ സ്ഥലത്ത് നമുക്ക് മെഷീൻ എടുത്ത് നമുക്ക് അടിക്കാൻ പറ്റും. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയല്ല, നമ്മൾ അടിച്ച് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ തപ്പി നോക്കുക, എവിടെയെങ്കിലും കൊള്ളാനുണ്ടോ എന്ന് തപ്പി നോക്കിയിട്ട് അവിടെയാണ് നമുക്കത് ഉറപ്പ് വരുത്തിയ ശേഷമാണ് പിന്നെ നമ്മൾ അവിടെ അടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒത്തിരി സ്ഥലങ്ങൾ നമ്മൾ വിട്ടുപോകും. അത് തന്നെയല്ല, നമുക്ക് ഒത്തിരി സമയം നമുക്ക് നഷ്ടപ്പെടും. കാരണം ഞാൻ അവിടെ അടിച്ചോ അല്ലെങ്കിൽ എന്തോ അപ്പം നമുക്കൊരു സംശയം വരും, അവിടെ അടിച്ചെന്നൊക്കെ നമുക്കൊരു സംശയം വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ സിമ്പിൾ വർക്കാണ്, നിമിഷം നേരം കൊണ്ട് നമുക്ക് അടിച്ചു മാറ്റാൻ പറ്റും. പിന്നെ നമ്മൾ സാധാരണ മറ്റേത് ചെയ്യുന്നതിലൂടെ തന്നെ സൈഡ് മാത്രം അതിപ്പോൾ ഏത് മെഷീൻ അടിച്ചാലും നമ്മൾ സൈഡ് അല്ലാതെ പേപ്പർ കൊണ്ട് പിടിക്കാതെ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഇവരെ ഒന്ന് പരിചയപ്പെടുത്താൻ മറന്നുപോയി. അപ്പോൾ നമ്മൾ ഈ മെഷീൻ അടിച്ചുകൊണ്ടിരിക്കുന്ന ചേട്ടൻ്റെ പേര് രമേശ് എന്നാണ് കേട്ടോ. അപ്പോൾ ആ പേപ്പർ പിടിച്ചുകൊണ്ടിരിക്കുന്ന ചേട്ടൻ്റെ പേര് രാജേഷ്. അപ്പം രമേശ് ചേട്ടന് രാജേഷ് ചേട്ടനുമാണ്, ഇവർ 2 പേരുമാണ് ഈ പേപ്പർ പിടിക്കുന്നത്. നമ്മൾ ഏത് മെഷീൻ അടിച്ചെന്ന് പറഞ്ഞാലും നമ്മൾ എന്തായാലും സൈഡൊക്കെ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പേപ്പർ വെച്ച് മൂലയൊക്കെ കറക്റ്റ് ചെയ്താലേ പറ്റത്തുള്ളൂ. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഇങ്ങനെ ഈ മെഷീൻ അടിക്കുന്നതിൻ്റെ കീഴിൽ കയറിയത് ഇങ്ങനെ പേപ്പർ പിടിക്കാതിരിക്കുക. കാരണം വെച്ചാൽ ആ പൊടി എന്തായാലും എത്രയ്ക്കാന്ന് പറഞ്ഞാൽ ആ മെഷീൻ്റെ ഒരു പൊടി നമുക്ക് എന്തായാലും കടിക്കും. ഇത് ആ പൊടി പിടിക്കുന്ന സംഭവം കറക്റ്റ് ആയിട്ടില്ല, അതുകൊണ്ടാണ് പൊടിയൊക്കെ താഴോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക, എപ്പോഴും സേഫ്റ്റി നോക്കിയിട്ട് വർക്ക് ചെയ്യുക. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ
ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് വൈകുന്നേരം നമ്മളിപ്പം ഒരു മുറി പേപ്പർ പിടിച്ചുകൊണ്ടിരിക്കുക, അപ്പം പകുതിയായ സമയത്ത് അതിൻ്റെ കറണ്ട് അങ്ങ് പോയി നോക്കിക്കും. അതല്ല എന്തെങ്കിലും കാരണവശാലും നമുക്ക് പണി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ നമ്മളവിടെ പണി നിർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, എടാ ഇന്നലെ ഞാൻ ഈ അടിച്ച് നിർത്തിയ സ്ഥലം നമുക്കവിടെ കാണാൻ പറ്റും. കാരണം അത്ര ഇടം മാത്രം പെൻസിൽ പാട് കാണത്തില്ല, അപ്പുറം മൊത്തം പെൻസിലിൻ്റെ വര കാണും. പക്ഷേ നമ്മൾ അടിച്ച് നിർത്തിയിടം മാത്രം നമുക്ക് പെൻസിലിൻ്റെ വര കാണത്തില്ല. അപ്പം ഈ പെൻസിലിൻ്റെ വരയുള്ളിടം മാത്രം നമുക്ക് വീണ്ടും അടിച്ചാൽ മതി. അത് തന്നെയല്ല, ഞാനിപ്പോൾ ഇന്നിപ്പോൾ ഒരാളവിടെ പേപ്പർ പിടിച്ചുകൊണ്ടിരുന്നിട്ട് പകുതിക്ക് അവൻ നിർത്തിയിട്ട് പോയി. പിന്നെ നാളെ വേറൊരാളെ വരുന്നുണ്ടെങ്കിൽ അവനത് നമുക്ക് ആ വര നോക്കിയിട്ട് അവന് ബാക്കി ചെയ്യാൻ പറ്റും. മറിച്ച് നമ്മൾ അങ്ങനെ അല്ലാതെ നമ്മൾ സാധാ ചെയ്യുന്ന രീതിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിറ്റേ ദിവസം വന്നിട്ട് ഈ ഭിത്തി മൊത്തം ഒരു ഉദ്ദേശത്തിൽ ഭിത്തി മൊത്തം നമ്മൾ തപ്പി നോക്കേണ്ടി വരും. എവിടെ അടിച്ചെന്ന് നമ്മൾ തപ്പി നോക്കേണ്ടി വരും. അപ്പം അങ്ങനെയൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് സമയലാഭമുണ്ട്, പണി എളുപ്പമുണ്ട്, എല്ലാം കൊണ്ടും എൻ്റെ ഒരു നോട്ടത്തിൽ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇവരിത് നിമിഷ നേരം കൊണ്ടാണ് ഈ 2 മുറിയൊക്കെ അവർ ഒരു സിമ്പിളായിട്ടാണ് അടിച്ചു കഴിഞ്ഞത്. അപ്പോൾ പുട്ടിയൊക്കെ പേപ്പർ പിടിക്കുന്ന ചേട്ടന്മാരാണെങ്കിലും അനിയന്മാരാണെങ്കിലും ഒരു കാര്യം ശ്രദ്ധിക്കുക, മുഖത്ത് എന്തെങ്കിലും തുണി വെള്ളം വെച്ച് കെട്ടിയിട്ടൊക്കെ മാത്രമേ പേപ്പർ പിടിക്കാൻ നിൽക്കുകയുള്ളൂ. കാരണം ഇതിൻ്റെ അന്യായ പൊടിയാണ്. ഇത് പൊടി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്കതിൻ്റെ അനുഭവം എന്തായാലും തീർച്ചയായിട്ടും നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സേഫായിട്ട് മാത്രം ഇത് ചെയ്യുക. അതല്ലാതെ ചുമ്മാതെ മുഖത്തൊന്നും കെട്ടാതൊന്നും പുട്ടി പേപ്പർ പിടിക്കാൻ നിൽക്കുകയല്ലേ, നമുക്ക് പണി കിട്ടും. ഇപ്പോഴല്ലെങ്കിൽ പിന്നെ അതിലും പണി കിട്ടും. നമ്മൾ പുട്ടി വർക്ക് ചെയ്യുന്നത് ഒന്ന് പ്രൈമർ അടിച്ചിട്ടിരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ 2 കൊട്ട് പുട്ടി അത് പേപ്പർ പിടിച്ച് അത് പ്രൈമർ അടിച്ച് കളർ ചെയ്യണമെന്നില്ല, ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യും. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കളർ ചെയ്യാതെ തന്നെ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ പുട്ടി വർക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, നമ്മൾ വന്ന് ചെയ്യുന്നതായിരിക്കും.